ഫഇന്നീ തുബ്തു അൻഹു, ഞാൻ അതിൽ തൗബ ചെയ്യുന്നു റബ്ബേ. എന്റെ വിപൽഘട്ടങ്ങളിൽ നീ അല്ലാത്ത ആരോടെങ്കിലും ഞാൻ സഹായമർത്തിച്ചുവെങ്കിൽ ഞാൻ തൗബ ചെയ്യുന്നു റബ്ബേ. അല്ലാഹുമ്മ മഅ്തമത്തു ബിഹി അലാ സിവാക ഫിശ്ശദാഇദി കുല്ലിഹാ വലം അഅലം ബിഹി ഔ അലിംതു. എന്റെ പ്രയാസഘട്ടങ്ങളിൽ വിപൽഘട്ടങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ നീ അല്ലാത്ത വല്ലവനെയും ഞാൻ അവലംബിച്ചുവെങ്കിൽ ഫഇന്നീ തുബ്തു അൻഹു, ഞാൻ അതിന് തൗബ ചെയ്യുന്നു റബ്ബേ എന്ന് പ്രഖ്യാപിച്ച പ്രാർത്ഥിച്ച ഉക്കാശ തങ്ങളെ പറ്റിയാണ് നബി തങ്ങൾ പറഞ്ഞത്. വിചാരണ ഇല്ല, ശിക്ഷയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുമെന്ന്. ആ ഒരു ആദർശം അല്ലാഹുവില്ലാത്ത ഒരാളോടും പ്രാർത്ഥിച്ചുകൂടാ എന്ന, തേടിക്കൂടാ എന്ന എന്തൊക്കെ ന്യായം പറഞ്ഞിട്ടാണെങ്കിലും ആ തേട്ടങ്ങള്, ആ പ്രാർത്ഥനകള് പടച്ച റബ്ബ് അങ്ങേയറ്റം മാരകമായ പാതകമായി പഠിപ്പിച്ച ശിർക്കിന്റെ അംശത്തിലാണ് എന്നും ആ ശിർക്കൊരിക്കലും പൊറുക്കാത്ത പാതകമാണ് എന്നും നരകം നിർബന്ധമാണ് എന്നും സ്വർഗം നിഷിദ്ധമാണ് എന്നും അത് മുഖേന ഒരു കെട്ടിടത്തിന്റെ അടിത്തറ തകർന്നാൽ ആ കെട്ടിടം ഒന്നാകെ തകർന്നു വീഴുന്നത് പോലെ അവന്റെ മുഴുവൻ കർമ്മങ്ങളും നിഷ്ഫലമായി ഭയാനകമായ നരകാഗ്നിയിൽ ആ പരിക്കേണ്ട ഗതികേട് അവനുണ്ടാകുമെന്നും നാളെ പരലോകത്ത് പ്രതീക്ഷിക്കാവുന്ന ശഫാഅത്ത് പോലും അവന് തടയപ്പെടുമെന്നുമുള്ള ആ ഒരു യാഥാർത്ഥ്യം, ആ ഒരു വസ്തുത അത് ബോധ്യമായി ആ ഒരു യാഥാർത്ഥ്യം സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്, ആ ഒരു പാതയിലാണ് ഇസ്ലാഹി പ്രസ്ഥാനം തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങുന്നത്. അതല്ലാതെ ഒരാളെയും വേദനിപ്പിക്കാൻ, ഒരു വാക്ക് കൊണ്ട് പോലും ഒരാൾക്കെങ്കിലും പ്രയാസമുണ്ടാക്കാൻ, ഏതെങ്കിലും ഒരു സമൂഹത്തെ, ഏതെങ്കിലും ഒരു വിഭാഗത്തെ ആക്ഷേപിക്കാനോ നോവിക്കുവാനോ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന ചരിത്രത്തിൽ നമുക്ക് കാണുക സാധ്യമല്ല. സ്വാഭാവികമായും ആയത്തുകൾ ഓതി ഹദീസുകൾ ഉദ്ധരിച്ച് മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഇമാമമാരുടെ അവരുടെ രീതികൾ, മാതൃകകൾ അത് അവതരിപ്പിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം ഇസ്ലാമിന്റെ ആശയാദർശങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇതൊക്കെയാണ് ഖുർആൻ പഠിപ്പിച്ച ആശയമെങ്കിൽ, ഇതൊക്കെയാണ് നബി തങ്ങൾ മുമ്പോട്ട് വെച്ച ആദർശമെങ്കിൽ, ഇതൊക്കെയാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ജീവിതത്തിൽ സ്വീകരിച്ച തത്വമെങ്കിൽ, എന്റെ 8, 10, 15, 20 കൊല്ലങ്ങളായി കിതാബുകൾ ഓതി പഠിച്ച, കിതാബ് ഓതി കൊടുക്കുന്ന ഒരുപാട് സ്ഥാനമാനങ്ങൾ ജീവിതത്തിൽ വഹിക്കുന്ന, അതേപോലെ വലിയ വലിയ ബിരുദങ്ങൾ സ്വന്തമായുള്ള എത്രയോ ഉസ്താദന്മാർ നമ്മുടെ നാടുകളൊക്കെ ഉണ്ടല്ലോ. എന്തേ അവർക്കാർക്കും ഇത് മനസ്സിലായില്ലേ? അവരാർക്കും എന്തേ ഇക്കാര്യം ബോധ്യമായില്ല? നിങ്ങൾക്കാണോ ഈ ആയത്തൊക്കെ തിരിഞ്ഞത്? നിങ്ങൾക്കാണോ ഈ ഹദീസൊക്കെ മനസ്സിലായത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിലുള്ള മറുപടിയാണ് സഹോദരന്മാരെ ഈ കൂടിയ മഹാന്മാരായ ഫൈസിമാരും ബാഖവിമാരും ദാരിമിമാരും അതേപോലെ നിസാമിയും അടക്കമുള്ള സഖാഫി അൽ കാമിൽ വരെയുള്ള ഈ നിര, ഇത് ആ ചോദ്യത്തിലുള്ള മറുപടി മാത്രമാണ്. അങ്ങനെ ഫൈസിയും ബാഖവിയും സഖാഫിയും ദാരിമിയും അടക്കമുള്ളവർ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദിയിൽ വന്നുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ആദർശം ഇതാണ് എന്ന്, പ്രവാചക അധ്യാപനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് മാത്രവുമല്ല, തങ്ങളൊക്കെ ഓതി പഠിച്ച പള്ളികളുടെ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ പോലും മുജാഹിദ് പ്രസ്ഥാനം മുമ്പോട്ട് വെക്കുന്ന ആശയാദർശങ്ങൾ തന്നെയാണ് ഭൂരിപക്ഷവും കാണാൻ സാധിക്കുന്നത് എന്ന് തുറന്നു പറയാൻ തുടങ്ങിയപ്പോഴാണ് ചിലരൊക്കെ പറയാൻ തുടങ്ങിയത് അതൊക്കെ പലതും കണ്ട് പലതും മോഹിച്ച് പോയവരായിരിക്കാം എന്നൊക്കെയുള്ള ആ നിലയ്ക്കുള്ള ആരോപണങ്ങൾ അഴിച്ചുവിടാൻ നിർബന്ധിതരായത് ആ സമയത്താണ്. ചിലരൊക്കെ പറഞ്ഞു, ചിലരൊക്കെ ഉദാഹരിച്ചു. സാധാരണ തേങ്ങയിട്ടാൽ, ഒരു പറമ്പിൽ തേങ്ങയിട്ടാൽ 100 തേങ്ങ ഒരു പക്ഷേ ഉടമക്കാരൻ എണ്ണുമ്പോൾ ഉണ്ടാകാമെങ്കിലും അത് കച്ചവടം ചെയ്ത് അത് വിലയ്ക്ക് വാങ്ങി കൊണ്ടുപോകാൻ ഏറ്റ മനുഷ്യൻ വന്ന് എണ്ണുമ്പോൾ ഒരു പക്ഷേ 8, 10, 15 തേങ്ങ എടുത്ത് പുറത്തേക്കിടും. പേടാണെന്ന് പറയുമെന്ന അത് നോക്കുന്നവനെ തിരിയൂ, അറിയുന്നവർക്ക് മനസ്സിലാകൂ, അല്ലാത്തത് മനസ്സിലാകണമെന്നില്ല. അങ്ങനെ ചില പേടുകൾ എന്നൊക്കെ ചിലരൊക്കെ എവിടെയൊക്കെയോ പറഞ്ഞെന്ന് കേട്ടു. പക്ഷേ ആ പറച്ചിലിന്റെ
മോശത്തരം പറയുന്നവർക്ക് തന്നെയാണ് എന്നുള്ളത് വിസ്മരിച്ചുകൂടാ എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളൂ. പിന്നെ പലരും വിചാരിക്കും, ഇപ്പോഴും നമസ്കരിക്കാൻ പോകുമ്പോ പലരുമൊക്കെ പറയുന്നത് കേട്ടു, നല്ലവണ്ണം കിട്ടിയിട്ടുണ്ടാകും, അതായിരിക്കാം ഇതൊക്കെ ഈ വേദിയിലേക്ക് മാറിയത് എന്ന്. മനസ്സമാധാനത്തിന് വേണ്ടിയായിരിക്കാം ചിലരൊക്കെ പറയുന്നതായി കേൾക്കാൻ സാധിച്ചു. പക്ഷേ ആത്മാർത്ഥമായി സൂചിപ്പിക്കട്ടെ, പറയാൻ ഉദ്ദേശിച്ചതല്ല. ഈ വേദിയിലിരിക്കുന്ന ഈ പണ്ഡിതന്മാർ, അവരിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശവുമായി ബന്ധപ്പെട്ടത് മുതൽ അവിടുന്ന് ഇങ്ങോട്ട് വലിയ വലിയ ത്യാഗങ്ങൾ സഹിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ തന്നെ ധാരാളമുണ്ട്. പേരെടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. നാട്ടിൽ നിന്ന് വിലക്കേർപ്പെടുത്തപ്പെട്ട മനുഷ്യന്മാർ, വീടുകളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യന്മാർ, സ്വന്തം ഭാര്യയുമായി വേർപിരിയേണ്ടി വന്ന ഭാര്യയെ അവളുടെ വീട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോയ, ഇനി എന്റെ കൂടെ ജീവിക്കാൻ ഞങ്ങളുടെ മകളെ അനുവദിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഭാര്യയെ പോലും വേർപ്പെടുത്തിയ അനുഭവമുള്ള മനുഷ്യന്മാർ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന വേദികളിൽ ഇന്നുമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. വീട് പോലും സ്വന്തമായി ഇല്ലാത്തവർ, വാടക വീടുകളിൽ താമസിക്കുന്നവർ, ഉള്ള വീട് പോലും തിരിച്ചു വാങ്ങി ഞങ്ങളുടെ മഹലിൽ നിന്നുകൊണ്ട് ഞങ്ങളെ പള്ളി ഖുത്ബ നിർവഹിച്ച് ഞങ്ങളുടെ മദ്രസയിൽ പഠിപ്പിച്ച് ഞങ്ങളുടെ ഓശാരം പറ്റി നിർമ്മിച്ച വീട്, ആ വീടുമായി നീ എങ്ങനെ മുജാഹിദാവേണ്ടതില്ല, നീ എങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനത്തേക്ക് പോകേണ്ടതില്ല, അതുകൊണ്ട് തൽക്കാലം അതൊക്കെ ഉപേക്ഷിച്ചിട്ട് വേണമെങ്കിൽ പൊയ്ക്കോ എന്ന് പറയുമ്പോ, ശരി, നിങ്ങൾ തന്നത്, നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെ സ്വീകരിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞ് മടക്കി കൊടുത്ത് ഒരുങ്ങയോടെ ഇറങ്ങി തിരിച്ച് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെടുന്ന മനുഷ്യന്മാർ ഈ കൂട്ടത്തിൽ പോലും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആരോപിക്കുന്നവർക്ക് എന്തും ആരോപിക്കാം. ഒരുപക്ഷെ പുറത്തു നിൽക്കുമ്പോ ചിലർക്കെങ്കിലും, ചില മുസ്ലിയാക്കന്മാർക്കെങ്കിലും തോന്നിയേക്കാം, ഒരുപക്ഷെ കിട്ടിക്കൂടായിക ഇല്ല, കിട്ടിയിട്ടുണ്ടാവാം, അങ്ങനെയൊക്കെയല്ലോ പറഞ്ഞു കേൾക്കുന്നത് എന്ന് ചിലർക്കൊക്കെ തോന്നിയേക്കാം. ആ തോന്നല് സത്യമായിരിക്കുമെന്ന് വിചാരിച്ച് ചിലരൊക്കെ ഇടക്കാലത്ത് വന്നു നോക്കിയിരുന്നു. പക്ഷേ കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ഉള്ളതങ്ങോട്ട് കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നു എന്ന് മനസ്സിലായപ്പോൾ വന്ന അതേ വേഗത്തിൽ തന്നെ മടങ്ങിപ്പോയ ചില മനുഷ്യന്മാരുമുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. അങ്ങനെ പോയ ആളുകൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ചില സ്ഥലത്തൊക്കെ പ്രസംഗിക്കാൻ വന്നപ്പോൾ അവര് പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അങ്ങനെ വന്ന് ടേസ്റ്റ് നോക്കാൻ വന്ന് കഴിയില്ലെന്ന് മനസ്സിലായി, ഉദ്ദേശിച്ച രൂപത്തിലല്ലെന്ന് ബോധ്യമായി മടങ്ങിപ്പോയ ഒരു മാന്യ സുഹൃത്ത് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഒരു കാര്യം തീർച്ചയാണ്, ഒരുവിധം ആളുകളെ കൊണ്ടൊന്നും മുജാഹിദിൽ നിൽക്കാൻ സാധ്യമല്ല എന്നാണ്. ഒരുവിധം ആൾക്കൊന്നും മുജാഹിദിൽ നിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അതേപോലെ മടങ്ങിപ്പോയൊരു സുഹൃത്ത് മടങ്ങിപ്പോയതിനു ശേഷം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന് ആദ്യമേ അയാൾ രേഖപ്പെടുത്തിയത് ഒരു കാര്യം തീർച്ചയാണ്, പണം കൊടുത്ത് മുജാഹിദാക്കുന്ന ഏർപ്പാട് മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. പണം കൊടുത്ത് മുജാഹിദാക്കുന്ന ഏർപ്പാട് മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല എന്ന് വന്നു മടങ്ങിപ്പോയിട്ട് ബോധ്യമായ അനുഭവം എഴുതി വെച്ച മനുഷ്യന്മാര് പോലും ഉണ്ട്. ഇൻഷാ അല്ലാഹ് വേണ്ടി വരികയാണെങ്കിൽ അതൊക്കെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാം. ഏതായിരുന്നാലും സൂചിപ്പിച്ചത്, ചിലർക്കൊക്കെ ധാരണയുണ്ടാവാം കിട്ടിക്കൂടായിക ഇല്ല എന്നുള്ളത്. പക്ഷേ ആ ധാരണ വെച്ച് വരേണ്ടതില്ല എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. അതേസമയം പാരത്രികമായ മോക്ഷത്തിന് ഈ ഒരു കൂട്ടായ്മയിൽ, ഈ ആദർശപാതയിൽ നിൽക്കല് മാത്രമാണ് അതിനുള്ള മാർഗമെന്ന് ബോധ്യമായി ആ ലക്ഷ്യത്തോടു കൂടി വരാൻ താല്പര്യമുള്ളവർക്ക് എപ്പോഴും തുറന്നു വെക്കപ്പെട്ട വേദിയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദി. ഒരു ഫൈസി, നമ്മുടെ നാട്ടിലെ സുന്നി സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ഒരു ഫൈസി, അദ്ദേഹം ഒരിക്കൽ ചോദിച്ചു, അല്ല ഫൈസലെ, ഈ പ്രസ്ഥാനത്തിൽ കൂടിയാൽ ജോലി വല്ലതും കിട്ടുമോ? ഞാൻ പറഞ്ഞു, ഇല്ല, യാതൊരു ഉറപ്പുമില്ല. ഒരുപക്ഷെ ഒരു ജോലിയും കിട്ടാതെ പട്ടിണി കിടന്ന് മരിച്ചു പോയേക്കാം. ഒരുപക്ഷെ പഴയ സഹപ്രവർത്തകരുടെ കൈകളാൽ കൊല്ലപ്പെട്ടേക്കാം. ഒരുപക്ഷെ കോട്ടേഴ്സിൽ പോയി താമസിക്കേണ്ടി വന്നേക്കാം. ഒരുപക്ഷെ അതിനും വാടക കൊടുക്കാൻ വകുപ്പില്ലാത്തത് കൊണ്ട് പീഡിയക്കോലായിൽ പോയി കിടന്നുറങ്ങേണ്ടി വന്നേക്കാം. പക്ഷേ സമാധാനത്തോടു കൂടി ഉറങ്ങാൻ കഴിയുമെന്ന ഒരു ഉറപ്പ് തരാൻ സാധിക്കും. അതല്ല, എല്ലാവർക്കും കൂടി നമ്മളെല്ലാം കൂടെ അന്വേഷിച്ച് എവിടെങ്കിലും വല്ല ജോലിയും കിട്ടുന്നുവെങ്കിൽ നമുക്കത് സ്വീകരിക്കുകയുമാകാം എന്ന് പറഞ്ഞപ്പോ തൽക്കാലം എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ ആളുകളും
ഇപ്പോഴും മറുഭാഗത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ഉണ്ട് എന്നുള്ള ആ വസ്തുതയും തൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ പോന്നവരൊക്കെ മാറിയവരൊക്കെ പേടാണെങ്കിൽ യഥാർത്ഥത്തില് ആ ഒരു ആരോപണം അത് യഥാർത്ഥത്തിൽ ഇവിടെ മാത്രം നിൽക്കേണ്ടതല്ല, അപ്പുറത്തുള്ള ആളുകളെ കൂടി സംശയിക്കാൻ അതൊരു ഹേതുവായി മാറുമെന്ന് അത്തരക്കാരോട് സൂചിപ്പിക്കാനുള്ളൂ. സഹോദരന്മാരെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരം എല്ലാവർക്കും സംസാരിക്കാൻ എന്തായിരുന്നാലും സമയം തികയില്ല എന്ന കാര്യം തീർച്ചയാണ്. ഈ ഇരിക്കുന്ന ഓരോരുത്തരും 2, 3, 4 മണിക്കൂറുകൾ വേണമെങ്കിൽ സംസാരിക്കാൻ സാധിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. തൽക്കാലം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ എന്തേ വലിയ വലിയ ഉസ്താദുമാരൊക്കെ ഈ വഴിയിലേക്ക് ഇല്ല എന്ന് ചോദിക്കുമ്പോൾ ആരെയാണ് വേണ്ടത്? ഫൈസി വേണോ? ഇതാ ഇവിടെയുണ്ട്. ബാക്കവി വേണോ? ഇതാ ഇവിടെയുണ്ട്. ദാരിമികൾ വേണോ? അതിവിടെയുണ്ട്. സഖാഫി അൽ കാമിൽ വേണോ? അതിവിടെയുണ്ട് എന്നുള്ള ആ ഒരു ഉത്തരം കൊടുക്കൽ മാത്രമാണ് സഹോദരന്മാരെ ഈ ഒരു പ്രഭാഷണ പരിപാടി കൊണ്ട്, ഈ സംരംഭം കൊണ്ട് ഇതിനെ സംഘാടകർ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഓരോരുത്തരെയും പ്രത്യേകം പേരെടുത്ത് പരിചയപ്പെടുത്തുകയാണെങ്കിൽ തന്നെ വലിയൊരു സമയം അതിനുവേണ്ടി ആവശ്യമായി വരുമെന്നത് കൊണ്ട് വിശദമായ പരിചയപ്പെടുത്തലേക്ക് നീങ്ങുന്നില്ല. എന്നാലും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, നമ്മുടെ ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ നമുക്കറിയാം. ബഹുമാനായ ബഷീർ ദാരിമിയുണ്ട് ഇവിടെ. അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദികളിൽ വളരെ സജീവമായി പ്രഭാഷണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനായ പണ്ഡിതനാണ്. എടവണ്ണപ്പാറ സ്വദേശിയാണ്. ഉള്ളാൽ തങ്ങളുടെയും അതേപോലെ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെയും ശിഷ്യനായി സയ്യിദ് മദനി അറബി കോളേജ് ഉള്ളാളിലും അതേപോലെ നന്ദി ദാറുസ്സലാം അറബി കോളേജിലും ഒക്കെ പഠിച്ച് ദാരിമി ബിരുദം വാങ്ങി ശേഷം കൂളിമാട്, വെളിമുക്ക്, മുതുപറമ്പ്, കുണ്ടുമുടി, കാവനൂര് തുടങ്ങിയ സ്ഥലങ്ങളിൽ മുദർരിസായി ജോലി ചെയ്യുകയും ശേഷം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശ പാതയുമായി അടുക്കുകയും ആ വേദിയിലേക്ക് കടന്നു വരികയും അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി നിലകൊള്ളുകയും ചെയ്യുന്ന ബഹുമാന വ്യക്തിത്വമാണ്. അതേപോലെ തൊട്ടടുത്തിരിക്കുന്ന ബഹുമാനായ കുഞ്ഞാലി മുസ്ലിയാർ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സമസ്തയിലെ തലയെടുപ്പുള്ള പല പണ്ഡിതന്മാരുടെയും കീഴിൽ കിതാബോധി പഠിച്ച് ആ രംഗത്ത് സേവനങ്ങൾ ചെയ്ത് പിന്നീട് വിദേശ രാജ്യത്ത് തൽക്കാലം പള്ളിയിൽ ഇമാമായി ജോലി ചെയ്ത് പിന്നീട് മടങ്ങി വന്ന് പ്രായമേറെയായി ഏകദേശം 80-നോടടുത്ത പ്രായത്തിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഏതാനും അദ്ദേഹം നമ്മോട് സംസാരിക്കുമെന്നത് കൊണ്ട് വിശദമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അതേപോലെ നമ്മുടെ നോട്ടീസിലില്ലാത്ത പിന്നീട് നമ്മൾ അറിഞ്ഞ് തേടിപ്പിടിച്ച് നമ്മുടെ വേദിയിലേക്ക് എത്തിയ ബഹുമാനായ സുഹൃത്ത് അബ്ദുൽ കരീം നിസാമി, അദ്ദേഹം നിസാമിയാണ്. അതേപോലെ നമ്മുടെ സമീപ പ്രദേശമായ ഏപ്പിക്കാട് അദ്ദേഹത്തിന്റെ സ്വദേശം. അദ്ദേഹം ചേളാരി ഇ കെ സുന്നികളുടെ ഔദ്യോഗിക സ്ഥാപനമായ ക്രസന്റ് ബോർഡിംഗ് മദ്രസ എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തവരാണ്. ഇപ്പോൾ അദ്ദേഹം വിദേശ രാജ്യത്താണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഹാരിസ് മുസ്ലിയാർ, അദ്ദേഹം തന്നെ ഈ അടുത്ത സമയങ്ങളിലായി നമ്മുടെ ഈ നോട്ടീസ് ഇറങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വന്ന് നമ്മുടെ കൂടെ ഉണ്ട് എന്ന കാര്യം തന്നെ മനസ്സിലാക്കാൻ അവസരമുണ്ടായത്. ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കാപ്പാട് സ്വദേശിയാണ്. അദ്ദേഹം കണ്ണങ്കടവ്, അതേപോലെ ചീനച്ചേരി, കാപ്പാട്, ഈന്താട് തുടങ്ങിയ സ്ഥലങ്ങളിൽ മദ്രസയിലെ ജോലിയും അതേപോലെ സുന്നി പള്ളിയിലെ ഖതീബായും അതേപോലെ അവിടെയുള്ള മറ്റ് മതപ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ടിരുന്ന ആളാണ്. ഇപ്പൊ അദ്ദേഹം മുമ്പ് ഓതി പഠിച്ച അതേ സ്ഥലത്ത് തന്നെ ചെങ്കോട്ടുകാവിൽ സലഫി മസ്ജിദിലെ ഖതീബായി അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹവും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുകയാണ്. അതുപോലെ ബഹുമാനായ ഹുസൈൻ ദാരിമി, അദ്ദേഹത്തെയും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം സമീപമായ മമ്പാട്ടുമൂല സ്വദേശിയാണ്. നന്ദി ദാറുസ്സലാം അറബി കോളേജിൽ നിന്ന് ദാരിമി ബിരുദം വാങ്ങി പുറത്തു വന്നു. ശേഷം ചുങ്കത്തറക്കടുത്ത അണ്ടിക്കുന്ന്, അതേപോലെ കരുവാരക്കുണ്ടിലെ പണത്തു